എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് അഥവാ കൂട്ടിമുട്ടാത്ത വരകൾ. ഇവിടെ ഞാൻ നോക്കിയ കുറച്ച് വരകൾ വരച്ചിട്ടുണ്ടല്ലേ. ഞാനിപ്പോൾ ആദ്യത്തെ ഈ രണ്ട് വരകൾ നോക്കിയേ. ഈ രണ്ട് വരകൾ തമ്മിൽ ഇപ്പോൾ കൂട്ടിമുട്ടുന്നില്ല അല്ലേ. അവർ രണ്ടാളും കുറേ അകലത്തിലാണ് നിൽക്കുന്നത്. അതേസമയം ഞാൻ ഈ വരയെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടി നീരിക്കുക. അതുപോലെ ഈ വരയും ഇതേപോലെ തന്നെ കുറച്ചും കൂടി നീട്ടി. എന്നാൽ എന്ത് സംഭവിക്കും? അവർ തമ്മിൽ കൂട്ടിമുട്ടും അല്ലേ. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കൂട്ടിമുട്ടും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെയും ഇപ്പോൾ ഇവർ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ഒരു കൂട്ടിമുട്ടലും ഇല്ല. അതേസമയം ഞാൻ ഇതിനെ കുറച്ചും ഇങ്ങോട്ട് നീട്ടി, ഇതിനെയും നീട്ടി. അപ്പം എന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെ ഇതും കുറച്ച് കഴിഞ്ഞാൽ കൂട്ടിമുട്ടും അല്ലേ. അതായത് ഇവർ തമ്മിലുള്ള അകലം നോക്കിയാൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ അതിനർത്ഥം കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കൂട്ടിമുട്ടും, ഉറപ്പാണ് അല്ലേ. ഇനി ഇതാണെങ്കിലോ, ഇവിടെ നോക്കിയേ, ഇവൻ അതിൻ്റെ വഴിക്ക് പോകുന്നു, ഇത് അതിൻ്റെ വഴിക്ക് പോകുന്നു. നമ്മൾ എത്ര നീട്ടിയാലും രണ്ടാളെ നീട്ടിയാലും ഇവർ തമ്മിൽ കൂട്ടിമുട്ടില്ല. ഇപ്പം നമ്മളെ നോട്ട് ബുക്കിൽ അല്ലേ, നോട്ട് ബുക്കിൽ നോക്കി വരയുള്ള നോട്ട് ബുക്കിലെ വരകൾ നമ്മൾ നോക്കിയേ, അതെങ്ങനെയാണ്? സ്ട്രെയിറ്റ് ആണ് അല്ലേ. അത് നമ്മൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല അല്ലേ. അപ്പം അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെയും ഈ രണ്ട് വരകൾ ഞാൻ എത്ര നീട്ടിയാലും കൂട്ടിമുട്ടില്ല അല്ലേ. അപ്പം ഇവ തമ്മിലുള്ള അകലം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ് ഇവർ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ എപ്പോഴും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെയും അങ്ങനെ തന്നെ ഈ രണ്ട് വരകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. മാത്രമല്ല അവ തമ്മിലുള്ള അകലം എപ്പോഴും എന്തായിരിക്കും? ഒരേ അകലം തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഇത്തരം വരകളെയാണ് നാം എന്ത് പറയുക? പാരലൽ ലൈൻസ് എന്ന് പറയുക. പാരലൽ ലൈൻസ്, പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ സമാന്തര വരകൾ, സമാന്തര വരകൾ. അപ്പൊ സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകൾ അല്ലെ. ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള അകലം എപ്പോഴും എന്തായിരിക്കും? ഒരേ അകലം തന്നെയായിരിക്കും. ഈ വരകളെയാണ് നാം എന്ത് പറയുക? സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് നമ്മൾ പറയുക. അപ്പൊ ഇനി നമുക്ക് ഒരു വര തന്നിട്ട് അതിനൊരു പാരലൽ ലൈൻ വരയ്ക്കണം. അത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഞാനൊരു ലൈൻ വരച്ചല്ലേ. ഇനി ഇതിൽ നിന്നൊരു 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതിന് പാരലായിട്ട് എനിക്കൊരു ലൈൻ വരയ്ക്കണം. എങ്ങനെ ഞാൻ വരയ്ക്കും? ഇവിടെ നോക്കിയാൽ എല്ലാ ഭാഗത്തും എന്തായിരിക്കണം? ഇവ തമ്മിലുള്ള അകലം 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം അല്ലേ. അതായത് നോക്കിയാൽ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ വരയ്ക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരേ ലെവലിൽ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ അകലത്തിനല്ലേ. അപ്പോൾ ആദ്യം നോക്കിയാൽ ഒന്നുകിൽ കൃത്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ 4 സെൻറ്റിമീറ്റർ അകലതേ ഒരു വര ഞാൻ ഇങ്ങനെ വരച്ചു അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇവിടെ നിന്ന് അതേപോലെ 4 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു വര വരയ്ക്കാം. അപ്പോൾ അത് ഈ അറ്റത്ത് നിന്ന് വേണ്ടല്ലേ, എവിടെ നിന്ന് വേണമെങ്കിൽ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കിയാൽ കറക്റ്റായിട്ട് 4 സെൻറ്റിമീറ്റർ അകലതേ ഒരു വര വരച്ചു അല്ലേ. അപ്പോൾ അതായത് ഇതിന് പെർപെൻഡിക്കുലർ വരച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അല്ല, എങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിന് പാരലായിട്ടുള്ള ഒരു വര കിട്ടി അല്ലേ. അപ്പം നോക്കിയാൽ ഞാൻ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. 90 ഡിഗ്രിയിൽ കൃത്യമായിട്ട് വരച്ചിട്ട് അപ്പോൾ ഇതും 4 സെൻറ്റിമീറ്റർ, ഈ അകലവും 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഒരു അകലത്തിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. പക്ഷേ ഇങ്ങനെ വരയ്ക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വളരെ എളുപ്പത്തിലുള്ള മറ്റൊരു മാർഗ്ഗമുണ്ട്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ ഇതിന് എനിക്കൊരു പാരലൽ ലൈൻ വരയ്ക്കണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ, ഒരു 5 സെൻറ്റിമീറ്റർ അകലെ എനിക്ക് ഇതിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കണം. എങ്ങനെയാണ് വരയ്ക്കുക? അതാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ആവശ്യം ഒരു പാരലൽ ലൈൻ എങ്ങനെ വരയ്ക്കാന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ശരിക്കും കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ നോക്കി ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു അല്ലേ. ഇതിന് പാരലായിട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്നു വേറൊരു ലൈൻ. ഇപ്പോൾ എനിക്ക് നോക്കിയാൽ ഒരു 5 സെൻറ്റിമീറ്റർ അകലെയാണ് ഒരു പാരലൽ ലൈൻ വരയ്ക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ അകലെ, 5 സെൻറ്റിമീറ്റർ അകലെ ഞാൻ ഒരു മാർക്ക് ചെയ്തു, ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. മനസ്സിലായില്ലേ? ഇനി ഇതിലൂടെയാണ് എനിക്ക് പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. അതിനെന്ത് ചെയ്യാം? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് നോക്കിയാൽ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, ഇതേപോലെ നമുക്ക് 2 എണ്ണം കാണാം. അപ്പോൾ അതിൽ ഒരെണ്ണം എടുക്കാം, ഏതെങ്കിലും വരണം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഇത് 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത് നമ്മൾ ഇവിടെ ഇതിൽ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചു കണ്ട. ഇതിന് പാരലൽ ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഈ വശം നോക്കിയാൽ അതിന് കൃത്യമായിട്ട് കണ്ട ഒപ്പിരിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയാൻ പാടില്ല, കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അമർത്തി പിടിച്ചു. ഇനി നമ്മൾ സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തു കണ്ട. സ്കെയിൽ എടുത്തിട്ട് ഈ വശത്തിന് ഇങ്ങനെ അതിനോട് ചേർത്തി വെക്കണം കണ്ട. ഇതിനോട് ചേർത്തി വെക്കണം, അല്ലാണ്ട് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ ഇതാദ്യം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇത് അമർത്തി പിടിച്ചു. എന്നിട്ട് സ്കെയിൽ നോക്കിയാൽ കണ്ട,
സ്കെയിൽ ഞാൻ നോക്കിയാൽ കൃത്യമായിട്ട് ഇതുമ്പോൾ മുട്ടണ രൂപത്തിലൊക്കെ രണ്ടറ്റം കണ്ട, അവിടെ നീങ്ങരുത് പിന്നെ കണ്ട. ശരിയല്ലോ, സ്കെയിൽ ഇത് യോജിച്ചിരിക്കല്ലേ. ഇനി എന്ത് വേണം? ഇനി നമുക്ക് സ്കെയിലിനെ മാത്രം അമർത്തി പിടിക്കാം. ഓക്കെ, ഇനി ഇവരെ ലൂസാക്കണ്ട. ഇനി ഇത് സ്കെയിൽ നമ്മൾ നീക്കരുത്, സ്കെയിൽ അങ്ങനെ തന്നെ വെക്കാം. സ്കെയിൽ ഞാൻ കാണാൻ പാടില്ല, ഇവിടെ കുഴപ്പമില്ല. ഇനി ഇതിനെ നോക്കിയാൽ ഈ സ്കെയിലുമ്മൽ കൂടി ഇങ്ങനെ ചേര മുട്ടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാം. കണ്ട, നീക്കി നീക്കി ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ട പോയിന്റ് എത്തിയില്ലേ? കണ്ട, ഇവിടെ നമ്മൾ പോയിന്റ് ആയല്ലോ ഇല്ലേ? ഈ പോയിന്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അമർത്തി വെച്ചിട്ട് ഇനി നമ്മളിത് വെച്ചിട്ട് ഇവിടെ ഒരു വര വരച്ചാൽ എന്തായിരിക്കും? ഇതിന് പാരലായിരിക്കും. ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഞാൻ വരച്ച് കാണിച്ചതാ. ഇപ്പം ഞാൻ വേറെ ലൈൻ വരയ്ക്കുന്നു ഇവിടെ. ഇതിനെ നോക്കിയാൽ ഇപ്പോൾ 2 സെന്റിമീറ്റർ അകലെ ഇതിനൊരു പാരലൈൻ വരയ്ക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 2 സെന്റിമീറ്റർ അല്ലേ, 2 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ പോയിന്റിൽ കൂടി നമുക്ക് എന്ത് വരയ്ക്കണം? ഇതിന് പാരലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് സ്ക്വയർ എടുത്തു. സെറ്റ് സ്ക്വയർ നോക്കിയാൽ മറക്കരുത്, ഇതിങ്ങനെ വെച്ചു, കൃത്യമായിട്ട് തന്നെ വെക്കുക. കണ്ട, വെച്ചനുസരിച്ച് ഇത് ഇനിയിപ്പോൾ അതിൻ്റെ സ്ഥലം അതാണ് ഞാൻ കണ്ട. ഇനി അത് കഴിഞ്ഞാൽ സ്കെയിൽ എടുത്ത് നോക്കിയാൽ ഇതിന് മുട്ടിച്ച് വെക്കണ്ട, മുട്ടിച്ച് വെക്കണം, ഗ്യാപ്പ് പാടില്ല. അത് കഴിഞ്ഞാൽ സ്കെയിലിന് അമർത്തി പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സാധനം കണ്ട, നീക്കി നീക്കി കൊടുക്കുന്നു നോക്കിയാൽ കണ്ട. അപ്പോൾ നീക്കി 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 നമുക്ക് ആവശ്യമായ പോയിന്റിന്റെ കൃത്യമായിട്ട് ആയിക്കഴിഞ്ഞതൊക്കെ ആയല്ലോ. ഇനി എന്ത് ചെയ്യാം? ഇനി അതിനവിടെ നിർത്താം. ഇനി സ്കെയിലിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, മൈൻഡ് ചെയ്യണ്ട. കണ്ട, ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇതിന് പാരലായിട്ടുള്ള ലൈൻ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പാരലൈൻ വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഒരു വര ചെരിഞ്ഞതാണെങ്കിൽ അതിനെങ്ങനെയാണ് പാരലൈൻ വരയ്ക്കാമെന്ന് നോക്കാം. ഈ ചെരിഞ്ഞ വരയ്ക്ക് ഒരു പാരലൈൻ വരയ്ക്കണം, ഒരു സമാന്തര വര വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വരയ്ക്കൽ ഇത്തിരി പണിയല്ലേ. വരയ്ക്കാനൊക്കെ പറ്റും, വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. എന്നാലും നമുക്ക് അതിനേലും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയൊരു മാർഗ്ഗമുണ്ട്. എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ചെരിഞ്ഞ വരയും ഈ വരയും തമ്മിൽ ആംഗിൾ നോക്കാം. മനസ്സിലായല്ലോ? ഇതിപ്പോൾ ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഈ ആംഗിൾ ഇപ്പോൾ ഒരു 60 ഡിഗ്രിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൊട്രാക്ടർ എടുത്തുകഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൃത്യമായിട്ട് 60 ഡിഗ്രി മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ലൈനും കൂടി വരച്ചു കഴിഞ്ഞാൽ എന്തായി? ഇതിന് പാരൽ ലൈനായി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആംഗിൾ തുല്യമായി കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ചെരിവ്, ഇവിടുത്തെ ചെരിവ് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ 2 വരകളും പാരലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും നമ്മൾ 60 ഡിഗ്രി എടുത്തിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഈ വരയും എന്തായിരിക്കും? പാരൽ ലൈനുകളായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ കൃത്യമായിട്ട് എടുക്കണ്ട. ഈ ലൈനിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോയിന്റിൽ വെച്ചു കണ്ട, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? നമ്മൾ വരച്ച വരയും ഈ കണ്ട ഈ പ്രൊട്രാക്ടറിലെ ഈ വര കണ്ടില്ലേ? ഈ 180 എന്നുള്ള വര, ആ വരയും എപ്പോഴും എന്തായാലും 018 അല്ലേ? അത് ഒരേപോലെ വരണം, ഒരേ ലെവലിൽ നിൽക്കണം. ഓക്കെ, ഇനി നമുക്ക് എത്ര വേണം? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ 10, 20, 30, 40, 50, 60 ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം നമുക്ക്? അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൂട്ടിപ്പിച്ച് നീട്ടി അങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ആ 2 ലൈൻ അല്ലേ, നമുക്ക് കിട്ടിയ 2 പോയിന്റ് ഇവിടെ നിന്നാണ് നമ്മൾ വെച്ചത് അല്ലേ? ഈ പോയിന്റ് നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്താൽ എന്ത് കിട്ടി നമുക്ക് ഇതിന് പാരലായിട്ടുള്ള മറ്റൊരു ലൈൻ കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് നമ്മൾ എടുത്തത്? 60 ഡിഗ്രി. അപ്പോൾ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കിയാൽ ഇവിടെ 60 ഡിഗ്രി ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ശരിക്കും ഉണ്ടായിരിക്കും? മൊത്തം 180 ആണല്ലേ? അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 180യിൽ നിന്ന് എത്ര കുറയ്ക്കണം? 60 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 120 ഡിഗ്രി കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 180ൽ നിന്ന് 60 കുറച്ചാൽ 120 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്നത് മനസ്സിലായി. പാരൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലതുഭാഗത്തുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇടതുഭാഗത്തുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഈ വരയുടെ ഈ അറ്റത്ത് നിന്ന് ശ്രദ്ധിക്കുക, ഈ അറ്റത്ത് നിന്ന് ഇതിനൊരു പാരലായിട്ടൊരു ലൈൻ എനിക്ക് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഈ വരയുടെ അറ്റത്ത് നിന്ന് തന്നെ വരയ്ക്കണം. എന്ത് വേണം? ഇതിന് പാരലായിട്ടൊരു വര എനിക്ക് വരയ്ക്കണം. എങ്ങനെ ഞാൻ വരയ്ക്കാം? അപ്പോൾ നമുക്കറിയാം ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 110 ഡിഗ്രി എടുത്താൽ മതി അല്ലേ? പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ 110 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ എന്ത് വേണം? നമുക്കിവിടെ ഈ വര ഈ പോയിന്റിന് കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടി കൊടുക്കേണ്ടി വരും അല്ലേ? കുറച്ചും കൂടി നമ്മൾ നീട്ടി കൊടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ എടുത്തിട്ട് 110 ഡിഗ്രി എടുത്തിട്ട് 110 ഡിഗ്രി ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി അല്ലേ? പക്ഷേ അതല്ലാതെ ഈ വര നീട്ടി കൊടുക്കാതെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഇവിടെ 110 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം 180 110 കുറച്ച് കഴിഞ്ഞാൽ 70 ഡിഗ്രി ആയിരിക്കും അല്ലേ? 70 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വരയ്ക്കാൻ പോകുന്ന ഈ പാരൽ ലൈന്, ഇതിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ്റെ ഇപ്പുറത്തെ ആംഗിൾ അല്ലേ, റൈറ്റ് സൈഡിലെ ആംഗിൾ 110 ആയിരിക്കും. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ആംഗിൾ എത്ര ആയിരിക്കും? ഇതേ അളവ് തന്നെ ആയിരിക്കും അല്ലേ? 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് 70 ഡിഗ്രി മെഷർ ചെയ്തിട്ട് 70 ഡിഗ്രിയിൽ ഒരു വരം കൂടി വരച്ചാലും മതി അല്ലേ? അപ്പോൾ 70 ഡിഗ്രിയിൽ
ഈ 70 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇപ്പുറത്തെ മെഷർ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ 110 എടുക്കുക, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എത്ര എടുത്താൽ മതി, 70 ഡിഗ്രി എടുത്തിട്ട് ഒരു വര വരച്ചാൽ എന്തായിരിക്കും, അത് ഇതിന് പാരലൽ ലൈൻ ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 10, 20, 34 അല്ല, ഇവിടെ നിന്നും ഇങ്ങോട്ട് 70 അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 70 ഡിഗ്രി. അപ്പോൾ അതിന് ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. എന്ത് ചെയ്താൽ മതി, ഈ ലൈനും അല്ല ഈ അറ്റവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വര വരച്ചാൽ എന്തായിരിക്കും, ഇത് ഇതിന് പാരലലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ എന്തായി, എന്ത് കിട്ടി, ഇതിന് പാരലലായിട്ടുള്ള ലൈൻ കിട്ടി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്, 70 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 70 എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഈ ആംഗിൾ എത്രയായിരിക്കും, 110 ഡിഗ്രി. ഇനി നമുക്ക് നമ്മളെ പേജ് നമ്പർ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 144 ഏതൊക്കെയാണ് പാരലൽ ലൈൻ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചോദ്യം ഉണ്ട് അല്ലേ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇതിൽ പാരലലായ ജോഡികൾ ഏതൊക്കെയാണ് അല്ലെ, പാരലലായ പെയേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം, ആംഗിളുകൾ തുല്യമാണോ എന്ന് നോക്കണം അല്ലേ. ആ ചരിവ് എപ്പോഴും തുല്യമാണോ എന്ന് നോക്കണം. ചരിവ് തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അവ പാരലലാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എടുത്തു നോക്കാം. ആദ്യം നോക്കിയത് 110 ആണ് അല്ലേ. അപ്പോൾ ഈ വരയുടെ ഈ ചെരിവ് വലതുഭാഗത്ത് നോക്കിയാൽ ഈ ചെരിവ് 110. ഇനി ഇവിടെ നോക്കിയാൽ വലതുഭാഗത്ത് ചെരിവുകൾ 110 ഒന്നും ഇതിൽ തന്നിട്ടില്ല അല്ലേ, അളവ് നമുക്കൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഏതാണ് 110 ഉള്ളതെന്ന്, വലതുഭാഗത്ത് ചെരിവ് 110 എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഈ വരയുടെ ഇടത് ഭാഗം നോക്കാം. ഇടത് ഭാഗത്ത് എത്രയായിരിക്കും അളവ് വരാം, ഇത് 110 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ 110 ആണെങ്കിൽ ഇവിടെ എത്ര വരും, മൊത്തം 180 അല്ലേ. അപ്പോൾ ഈ ഇടത് ഭാഗത്ത് എത്രയായിരിക്കും അളവ്, 70 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് ഈ വരകളിൽ ഇടത് ഭാഗത്ത് 70 ഡിഗ്രി ഉള്ള ഏതൊക്കെ വര നോക്കിയാൽ ഇതിനുണ്ടോ, ഇല്ല, ഇത് കണ്ട. അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് എത്രയാണ്, 70, ഇവിടെയും ഇടത് ഭാഗത്ത് 70 അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക്, അപ്പോൾ ഇതിന്റെ ഒരു ജോഡി ഏതാണ്, ഇതാണ് ജോഡി. ഇനി ഇവിടെ നോക്കിയാൽ 80, ഇവിടെ നമുക്ക് വലത് ഭാഗത്ത് 50. അപ്പോൾ വലത് ഭാഗത്ത് 50 ഉള്ള വേറെ ഒന്നും ഇവിടെ തന്നിട്ടില്ല അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി നോക്കിയേ, വലത് ഭാഗത്ത് 50 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടത് ഭാഗത്ത് എത്രയായിരിക്കും കോണ്, ഈ ഭാഗത്ത് 100 ആയിരിക്കും അല്ലേ. 100, 50, 180. അപ്പോൾ ഇവിടെ 100 ആയിരിക്കും. അപ്പോൾ ഇടത് ഭാഗത്ത് 100 ഉള്ള വര നോക്കിയാൽ ഇടത് ഭാഗത്ത് 100 ഉണ്ടോ, ദേ കണ്ട, ഇടത് ഭാഗത്ത് 100. അപ്പോൾ ഈ വരയും എന്താണ്, പാരലലാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആദ്യം ഇതിന്റെ ആംഗിൾ ഒക്കെ ഒന്ന് എഴുതി വെക്കാം. ഇത് 100 ആണെങ്കിൽ ഇതിന്റെ അടുത്ത ഭാഗത്ത് എത്രയായിരിക്കും, അല്ല സോറി, ഇത് 110 ആണെങ്കിൽ അടുത്ത ഭാഗത്ത് എത്രയായിരിക്കും, 70 ഡിഗ്രി അല്ലേ. 180 നിന്ന് 110 കുറച്ച് 70 ഡിഗ്രി. ഇനി ഇതിന്റെ അടുത്ത ഭാഗത്ത് എത്രയായിരിക്കും, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 100 അല്ലേ. 100ഉം 80ഉം 180. ഇവിടെ എത്രയാണ്, 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി തന്നെ. ഇത് 100 ആണെങ്കിൽ ഇപ്പോൾ എത്രയായിരിക്കും, 80 ഡിഗ്രി അല്ലേ. നമുക്കതൊക്കെ അറിയാം, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണമെന്ന് അല്ലേ. ഇവിടെ 90 ആണെങ്കിൽ ഇതും 90. ഇവിടെ 70 ആണെങ്കിൽ ഇപ്പോഴത്തെ ആംഗിൾ എത്രയായിരിക്കും, 110 അല്ലേ, 110 ഡിഗ്രി അല്ലേ. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. ഇനി നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ വലത് ഭാഗത്ത് 110 ഇതേ ഇവിടെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് 70 അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതും ഏതൊക്കെയാണ്, പി എയും പിന്നെ ഏതാണ്, പി എയും യു എഫും അല്ലേ. അപ്പോൾ ഇത് ഒരു ജോഡി. ഇനി അടുത്ത ജോഡി നോക്കിയാൽ ക്യൂ ബി അല്ലേ. ഇവിടെ 50, റൈറ്റ് സൈഡിൽ 50 പറഞ്ഞത്, ഇവിടെ റൈറ്റ് സൈഡിൽ 50 അല്ലേ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു വശം, ഏതെങ്കിലും ഒരു സൈഡ് നോക്കിയാൽ മതി. അപ്പോൾ ക്യൂ ബി പിന്നെ ഏതാണ്, ക്യൂ ബിയും എസ് ഡിയും അല്ലേ, എസ് ഡി രണ്ട് ഭാഗത്ത് 50. ഇനി ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഞാൻ നോക്കുള്ളത് RC ആണ്, RC അല്ലേ, RC ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 90 തന്നെ അല്ലേ. ഇവിടെ നോക്കിയാൽ 90. അപ്പോൾ RCക്ക് ഏതാണ് അതിൻ്റെ ജോഡി, TE. അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി, അതായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സമാന്തരീകങ്ങൾ, അതായത് പാരലോഗ്രാം എന്താണെന്നാണ്. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാത്തിനും എന്താണ് പ്രത്യേകത, എല്ലാത്തിനും 4 സൈഡുകളുണ്ട് അല്ലേ. ഇതിനൊക്കെ 4 സൈഡുണ്ട്. അപ്പോൾ നമുക്ക് 4 വശങ്ങളുള്ള ഏത് ഫിഗറിനായി നാം എന്താണ് പറയുക, 4 വശങ്ങളുണ്ടെന്ന് അതിനൊരു പേര് പറയും, ചതുർഭുജം എന്ന് പറയും. അതായത് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 വശങ്ങളുണ്ടോ അതിന് നാം പറയും ക്വാഡ്രിലാറ്ററൽ, അതായത് അത് ഒരു ചതുർഭുജമാണെന്ന് പറയും. ഇനി നാം ഇപ്പൊ പഠിക്കുന്നത് എന്താണ്, സമാന്തരികം, അതായത് പാരലോഗ്രാം. എന്താണ് പാരലോഗ്രാം എന്ന് പറഞ്ഞത്, പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഓപ്പോസിറ്റ് വശങ്ങൾ അല്ലെ. അപ്പൊ ഇതിന്റെ നോക്കിയേ, ഇതിന്റെ ഓപ്പോസിറ്റ് വശം അല്ലെ, ഇത് രണ്ടെണ്ണം, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്, അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് അല്ലെ. അതായത് ഇവയൊന്നും പാരലല്ല.
ഇപ്പൊ നോക്കിയാൽ ഇത് രണ്ടും പാരലാണ്, പക്ഷെ ഇത് രണ്ടും പാരലല്ല അല്ലേ, കുറെ അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ കൂട്ടിമുട്ടും. ഇവിടെ നോക്കിയേ, ഇതും പാരലല്ല, ഇതും പാരലല്ല അല്ലേ, ഇവിടെയും അങ്ങനെ തന്നെ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിയാൽ ഇതിന്റെ ഈ വശവും പാരലാണ് അല്ലേ, രണ്ട് സൈഡിലേക്ക് നീട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കൂട്ടിമുട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ സൈഡും നോക്കിയേ, അതും ഇതുപോലെ തന്നെ എത്ര നീട്ടിയാലും അവയും കൂട്ടിമുട്ടുന്നില്ല. മനസ്സിലായല്ലോ? അതായത് എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലായി കഴിഞ്ഞാൽ അതിനെ നാം എന്തെന്ന് പറയും? അങ്ങനത്തെ കോർഡിലേറ്ററിൽ നാം ഒരു പ്രത്യേക പേര് പറയും, അതാണ് പാരലോഗ്രാം. പാരലോഗ്രാം എന്ന് പറയുന്നത് സാമാന്തരികം. അപ്പൊ സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു കോർഡിലേറ്ററിൽ തന്നെയാണ്, പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും? പാരലായിരിക്കും. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഒരു സാമാന്തരികം വരയ്ക്കുക എന്നാണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പൊ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ച് നോക്കിയാൽ ഇവിടെ ഇതും പാരലാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ അല്ലെ, ഈ ആംഗിൾ നമുക്കറിയാമെന്ന് വിചാരിക്കാം. ഈ ആംഗിൾ ഇപ്പോൾ ഒരു 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം, 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഞാൻ പറയും. ഈ ആംഗിൾ നോക്കിയാൽ ഇതും പാരലാണ് അല്ലെ, വേറൊക്കെ മറന്നു പോവാ. ഇതും പാരലാണെങ്കിൽ ഈ ആംഗിൾ 80 ആണെങ്കിൽ നമുക്കറിയാം ഇവിടത്തെ ഈ ചെരിവും 80 ആയിരിക്കും അല്ലെ, 80 ആയിരിക്കും. അപ്പൊ ഇവിടെ ആംഗിൾ എത്രയായിരിക്കും? 80 180 പോയി കഴിഞ്ഞാൽ 100 ഡിഗ്രി അല്ലേ, 100 ഡിഗ്രി. അപ്പോൾ ഒരു പാരലോഗ്രാമിന്റെ ഒരു വശത്തെ ആംഗിളുകളുടെ സം എത്രയായിരിക്കും? എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കിയാൽ 80 വന്നപ്പോൾ ഇത് 100, ആ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അത് മാത്രമല്ല ഇവിടെ എത്രയാണോ ആംഗിൾ അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെ. അതുപോലെ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഓരോ സൈഡിലുള്ള ആംഗിളും എത്രയായിരിക്കും? അതിന്റെ സമ്മ് 180 ഡിഗ്രി. ഇപ്പൊ നോക്കിയാൽ ഈ വര എടുത്തു അല്ലെ, ഇതിന് 80ഉം 100ഉം 180. ഇനി നമ്മൾ ഈ വര എടുത്തു, അതിലുള്ള രണ്ട് ആംഗിൾ ഇത് രണ്ടാണല്ലോ, അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180. ഇനി ഞാൻ ഈ വര എടുത്തു, അതും രണ്ട് ആംഗിൾ ഉണ്ടല്ലോ, അത് നമ്മൾ കൂട്ടിയാൽ 180. കണ്ടില്ലേ? ഇനി ഇത് എടുത്തു, ഇതും 180. അപ്പൊ നമുക്ക് ഇതിലെ ഏതെങ്കിലും എന്ത് കിട്ടിയാൽ മതി? ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, ഒരു ആംഗിളും ഒരു വശത്തിന്റെ നീളവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? പാരലോഗ്രാം വരയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 180 ഈ ആംഗിൾ കുറച്ചിട്ട് ഇവിടെ എഴുതിയാൽ മതി. അത് അളന്നെടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പാരലോഗ്രാം വരയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ നോക്കിയാൽ ഇതൊരു പാരലോഗ്രാം അല്ലെ, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പൊ ആദ്യം നമുക്കറിയാം 5 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ നമ്മൾ 5 സെന്റിമീറ്റർ ആദ്യം നോട്ട്ബുക്കിൽ സ്കെയിൽ വെച്ചിട്ട് 5 സെന്റിമീറ്റർ വര വരച്ചു. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? 50 ഡിഗ്രി ആണ് അല്ലെ, 50 ഡിഗ്രി അല്ലേ. അപ്പൊ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 50 ഡിഗ്രി മെഷർ ചെയ്യാൻ അറിയാം അല്ലെ. അപ്പൊ നമ്മൾ 50 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു അല്ലെ, എന്നിട്ട് അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ നമുക്കിത് 50 ഡിഗ്രിയിൽ ഈ വര വരച്ചു. ഓക്കെ. ഇനി ഈ നീളത്തിന് 3 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ കുറച്ച് നീട്ടി വരച്ച കുഴപ്പമൊന്നുമില്ല, നമ്മൾ 3 സെന്റിമീറ്റർ ഇത് മാർക്ക് ചെയ്തു. ഇത്രയും നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഈ ആംഗിൾ കിട്ടണം അല്ലെ. ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ ഞാൻ പറഞ്ഞു രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലെ. അപ്പൊ ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 നിന്ന് 50 കുറച്ച ബാക്കി എത്ര വരും? 130 ഡിഗ്രി അല്ലെ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 130 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യാം. മനസ്സിലായല്ലോ? 130 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ക്ലിയർ ആയില്ലേ? എന്നിട്ട് ഇവിടെ എത്രയാണ്? 3 സെന്റിമീറ്റർ. ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ, ഓപ്പോസിറ്റ് സൈഡുകളൊക്കെ ഈക്വൽ ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതേപോലെ നമ്മൾ 3 സെന്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്താം, അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ എന്ത് കിട്ടും? പാരലോഗ്രാം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 146 ഒരു 3-4 ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് വേണം? ആദ്യം ഇത് വരയ്ക്കാം അല്ലെ, ഈ പാരലോഗ്രാം നമുക്ക് വരയ്ക്കാം. ആദ്യം നോക്കിയാൽ 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആദ്യം നമുക്ക് 4 സെന്റിമീറ്റർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഓക്കെ, കറക്റ്റായിട്ട് 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. നോക്കിയാൽ ഇവിടെ 70 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 70 ഡിഗ്രി പ്രൊട്രാക്ടർ എടുത്തിട്ട് 70 ഡിഗ്രി കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ വെക്കുമ്പോൾ കൃത്യമായിരിക്കണം. ഓക്കെ ആണല്ലോ, ആ പോയിന്റിൽ വെച്ചു അല്ലേ. ഇനി 70 ഡിഗ്രി, അപ്പോൾ 10, 20, 30, 40, 50, 60, 70. അവിടെ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ഇത് കണ്ട ഈ പോയിന്റായി ഇവിടെ ആയി അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് 3 സെന്റിമീറ്റർ എടുത്താലും മതി. അപ്പോൾ ഓക്കെ, 1, 2, 3 കണ്ട 3 സെന്റിമീറ്റർ ഞാൻ എടുത്തു. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നീട്ടി വരയ്ക്കാം. നീട്ടി വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് നമ്മൾ 3 സെന്റിമീറ്റർ അളന്നെടുത്താൽ മതി, സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് 1, 2, 3 കണ്ട 3 വെച്ചിട്ട് നിർത്താം. ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി.
ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇത് വരയ്ക്കണം അല്ലേ? ഇതിന് നോക്കിയേ, നാം നേരത്തെ പറഞ്ഞു നിർത്തി എന്താണ്? ഇതിൻ്റെ ആംഗിൾ എത്രയാണോ അല്ലെ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? നമുക്ക് 180 ഡിഗ്രി കിട്ടണം അല്ലേ? അതായത് ഒരു സമാന്തരികത്തിന്റെ ഒരു വശം, ഓരോ വശത്തിന്മേലുള്ള കോണുകളുടെ അളവ് തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ ആംഗിളും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം നമുക്ക്? 180 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180യിൽ നിന്ന് 70 കുറയ്ക്കുക അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 110 ഡിഗ്രി അല്ലേ? 110 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? 150ൽ നിന്ന് എത്ര കുറയ്ക്കണം? 70 കുറയ്ക്കണം അല്ലേ? അപ്പൊ 110 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് 110 ഡിഗ്രിയിൽ മെഷർ ചെയ്തിട്ട് ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. കണ്ടാ? അപ്പൊ ഇത് കൃത്യമായിട്ട് വെച്ചു. ഇനി എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100 അല്ലേ? എത്ര വേണം? 110 ഡിഗ്രി. അപ്പൊ നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10, 20, 30, 40 കണ്ട അങ്ങനെ കയറി പോകണ്ടല്ലേ? അല്ലാണ്ട് ഇവിടെ നോക്കിയാൽ 180, 160 അങ്ങനെ കാണാം. അതല്ല എടുക്കേണ്ടത്. നമ്മൾ 0 തൊട്ട് ഇങ്ങനെ നമ്മൾ ആംഗിൾ കയറി പോകണം അല്ലെ? കൂടി പോകണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 10, 20 അങ്ങനെ കയറി എത്ര വേണം നമുക്ക്? 90, 100, 110. ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അപ്പോൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അല്ലേ? അപ്പോൾ യോജിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ സുഖമാണ് അല്ലേ? ഇവിടെ 3 സെൻറ്റിമീറ്റർ തന്നെ കൃത്യമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ കണ്ട, ഞാൻ ഈ 2 പോയിന്റ് കൃത്യമായി അല്ലേ? ഇനി നോക്കിയാൽ ഇവിടെ ഞാൻ 1, 2, 3 അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഞാൻ ഇവിടെ വരച്ചു. ഇനി ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കാം. ഓക്കെ, ഇതേ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ എന്ത് കിട്ടി? ഇതേ പാരലോഗ്രാം കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ആംഗിൾ എത്രയാണ്? 110 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ അല്ലേ, നമുക്കറിയാം ഓപ്പോസിറ്റ് വശങ്ങളൊക്കെ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 3 എടുത്തത്. ക്ലിയർ ആയില്ലേ? ഇനി ഇതെങ്ങനെ വരയ്ക്കാം? പെട്ടെന്ന് വരച്ചോളൂ. ഇവിടെ 5 സെൻറ്റിമീറ്റർ അല്ലേ? ആദ്യം 5 സെൻറ്റിമീറ്റർ വരച്ചു. ഞാൻ നോക്കിയാൽ ആദ്യം ഒരു 5 സെൻറ്റിമീറ്റർ വര അങ്ങോട്ട് വരച്ചു. ഇനി ഇവിടെ നോക്കിയാൽ ഈ ആംഗിൾ 120 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? ഈ ആംഗിൾ കിട്ടാൻ 180ൽ നിന്ന് 120 കുറയ്ക്കുക അല്ലേ? അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടാൻ 150ൽ നിന്ന് എത്ര കുറയ്ക്കണം? 120 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് 60 ഡിഗ്രി എടുത്തിട്ട് അല്ലേ, നമ്മളിങ്ങനെ നേരെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കിയതേ കണ്ട, ഈ പോയിന്റിൽ വെച്ചു. 60, 10, 20, 30, 40, 50, 60. ഇവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അല്ലേ? ഇതിന്റെ നീളം തന്നിട്ടുണ്ട് 3. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്ത പോലെ തന്നെ 3 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് വരയ്ക്കുക. അതല്ലെങ്കിൽ കൂട്ടി വരച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേ കണ്ടില്ല, ഈ പോയിന്റ് നമ്മളത് ഈ പോയിന്റ് അറ്റം. ഇനി എത്ര വേണം നമുക്ക്? 3 മതി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 1, 2, 3. അപ്പോൾ ഇവിടെ വരതേ വരച്ചു. അതല്ലെങ്കിൽ നേരെ വരയ്ക്കുക. എന്നിട്ട് പിന്നീട് അവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അടയാളപ്പെടുത്തിയാലും മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നോക്കിയാൽ ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 120 ഡിഗ്രി എടുക്കാം. ഇനി എത്ര ഡിഗ്രി? 120 ഡിഗ്രി അല്ലേ? അപ്പോൾ 10, 20, 30, 40, 50, 90, 100, 110, 120. ഇവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ യോജിപ്പിക്കുക അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ഇവിടെ 3 ആയതുകൊണ്ട് ഇത് 3 അല്ലേ? അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് നിർത്താം. ഓക്കെ, ഈ പോയിന്റ് അല്ലേ? ഇത് ഈ പോയിന്റ് അറ്റം. ഇനി ഇവിടെ എന്തൊക്കെയാ? 1, 2, 3 കൃത്യമായിട്ട് 3 എടുക്കുക. അതല്ലെങ്കിൽ നീട്ടി വരച്ചിട്ട് നിങ്ങൾ പിന്നീട് 3 എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ചാലും മതി. ഓക്കെ, ഇനി ഞാൻ അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ആംഗിൾ എടുത്തു? ഇവിടെ നമ്മൾ 120 ഡിഗ്രി അല്ലേ? ഇവിടെ എത്ര എടുത്തു? നമ്മൾ 60 ഡിഗ്രി എടുത്തു. ശരിയായില്ലേ? ഇനി ഇവിടെ 3 ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് 3. ഓക്കെ ആണല്ലോ? ഇനി ഇത് വരയ്ക്കാലോ. ആദ്യം 4 സെൻറ്റിമീറ്റർ വര വരയ്ക്കി. അപ്പോൾ ഓക്കെ, ഞാൻ ആദ്യം 4 സെൻറ്റിമീറ്റർ വര വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെ ആംഗിൾ കണ്ട, ഇവിടെ 2 ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും നമ്മൾ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവ 50 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത് 50 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ആംഗിൾ എത്ര ആയിരിക്കും? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180. ഇത് 50 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180ൽ നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ 130 ഡിഗ്രി അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 50 ഡിഗ്രിയിൽ ഇത് വരയ്ക്കാം. അപ്പോൾ നോക്കിയതേ വെച്ചു അല്ലേ? ഇനി 10, 20, 30, 40, 50. ഇവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കാം. എത്രയാണ് ഇതിൻ്റെ വീതി? 2 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ നിർത്താം. അപ്പോൾ നോക്കിയാൽ ഇവിടെ 6 അപ്പോൾ 1, 2 അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ പാടുള്ളത് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് 50 ഡിഗ്രി നമ്മൾ എടുത്തു. ഇനി എന്ത് വേണം? ഇനി ഇവിടെ നോക്കിയാൽ ഇത് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 130 അല്ലേ? അപ്പോൾ 130 ഡിഗ്രിയിൽ ഇവിടെ എടുക്കാം നമുക്ക്. അപ്പോൾ അതെ കറക്റ്റായിട്ട് വെച്ചു. ഇതേ 10, 20, 30, 40 അങ്ങനെ കയറി 90, 100, 110, 120, 130. ഇവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അല്ലേ? അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 അല്ലേ? അപ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ നിർത്താം. അതല്ലെങ്കിൽ യോജിപ്പിച്ചിട്ട് പിന്നെ 2 സെൻറ്റിമീറ്റർ വെച്ച് നമ്മളവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ 2 പോയിന്റ് അല്ലേ? കൃത്യമായി. ഇനി നോക്കിയാൽ 1, 2 ഞാൻ 2 സെൻറ്റിമീറ്റർ വെച്ച് നിർത്തി. ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി അല്ലേ? ഇവിടെ 50, ഇത് 130 ഡിഗ്രി.
ഓക്കെ ആണല്ലോ. ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി ഇത് വരയ്ക്കാലോ. ആദ്യം 3 സെൻറ്റിമീറ്റർ വരെ വരയ്ക്കാം. ആദ്യം 3 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി ഇവിടെ വയ്ക്കുക. ഈ ആംഗിൾ ഒന്നും അടിയിലത്തെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല അല്ലേ. നമ്മൾ നേരത്തെ പറയും ഇവിടെ 140, ഇവിടെ എത്ര ആയിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. അപ്പോൾ ഇത് 140 ആണെങ്കിൽ ഇത് 140 ഡിഗ്രി. ഈ ആംഗിൾ എത്ര ആയിരിക്കും? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 അല്ലേ. അപ്പോൾ 180ൽ 140 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? ബാക്കി 40 ഡിഗ്രി അല്ലേ. 180ൽ നിന്ന് 140 കുറയ്ക്കുന്നു, ഇവിടെ 40. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ആദ്യം 40 ഡിഗ്രിയിൽ ആദ്യത്തെ വരങ്ങട് വരയ്ക്കാം. ഇനി നോക്കിയാൽ 10, 20, 30, 40. 40 ഞാനിവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇതിൻ്റെ എത്രയാണ് നീളം? 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒന്നുകിൽ അവിടെ വെച്ച് നിർത്താം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഞാൻ മൊത്തം എന്തൊക്കെയാണ് നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നു. അത് ഒരെണ്ണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതെ, ഞാൻ നീട്ടി വരച്ചു, വേണ്ട കുറച്ച് നീട്ടി വരച്ചു. ഇനി ഇവിടെ എന്താണ്? ഇവിടെ 140 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 140 ഡിഗ്രി ഞാൻ എടുക്കുന്നു. അപ്പോൾ ഒക്കെ 10, 20, 30, 50, 90, 100, 110, 120, 130, 140 ഇവിടെയാണ് പോയിന്റ് വരുന്നത് അല്ലേ. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കുന്നു. ഇതേ യോജിപ്പിച്ചു. ഇനി നോക്കിയാൽ എത്ര പാടുള്ളൂ? 3 അല്ല പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കൃത്യമായിട്ട് 3 സെൻറ്റിമീറ്റർ അല്ലേ. ഇതേ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? പോയിന്റ് ഇതേ മാർക്ക് ചെയ്തു, വേണ്ട ഇങ്ങനെ ചെയ്താലും മതി. ഇനി ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതേ കൂട്ടി യോജിപ്പിച്ചു, വേണ്ട ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ 40 ഡിഗ്രി എടുത്തു അല്ലേ. ഇവിടെ നമ്മൾ എത്ര എടുത്തു? 140 ഡിഗ്രി എടുത്തു. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെയൊക്കെ ഇവിടെയും 3 സെൻറ്റിമീറ്റർ അല്ലേ. ഇതിൻ്റെ നീളവും വീതിയൊക്കെ എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.